കാശിനാഥൻ IPS. രചന മാധവി മാധു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആൾക്കായി പുറകിലേക്ക് വെച്ച് പുരികമുയർത്തി ചോദിച്ചു. അവനവളെ നെഞ്ചിലേക്ക് ചേർത്തു. ഒന്നുമില്ലടി കാന്താരി. ആളുടെ മൂക്കിൽ മൂക്കുരസി. ആളും അവൻ ഒരുപോലെ പുഞ്ചിരിച്ചു. നാട്ടിൽ അങ്ങോളം ഇങ്ങോളം തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ആളുകൾ പെരുമാറിക്കൊണ്ടിരുന്ന ഇങ്ങേക്ക് ഞാനിപ്പോൾ ലൈസൻസ് എടുത്തു കൊടുത്ത അവസ്ഥയാ. എന്നാടി? അവൻ വെട്ടിയൊതുക്കിയ മീശ വിരിച്ചു. നിങ്ങൾ നന്നായിക്കോട്ടെ എന്ന് കരുതിയല്ലേ മനുഷ്യ ഞാൻ IPS എക്സാം എഴുതിച്ച് ഒരു ജോലി വാങ്ങി തന്ന്. നിങ്ങളിപ്പോൾ ലൈസൻസ് ആക്കി എടുത്ത് നാട്ടുകാരെ പഞ്ഞിക്കിടുന്ന എന്തിനാ മനുഷ്യ? ഒരു സുഖം. അവനവിടെ തലക്കിട്ട് കൊട്ടി കുളിക്കാൻ പോയി. കെട്ടുന്നതിന് മുമ്പ് നിങ്ങളെന്നെ വിധവയാക്കോ? അവൻ പോയ വഴി അവൾ വിളിച്ചു പറഞ്ഞു. മാധേവന്റെ നടയിൽ വെച്ച് കുഞ്ഞാലിലെ താരിയിൽ അവനവളെ അവൻ്റേതാക്കി. അവരെ ആശീർവദിക്കാൻ എന്ന പോലെ മഴയും ഉണ്ടായിരുന്നു. ചെറിയമ്മയും കാവ്യയും ശാന്തമ്മയും അവിടെ ഉണ്ടായിരുന്നു. വലതുകാൽ വെച്ച് കയ്യിൽ നിലവിളക്കുമായി അവൾ വീടിന്റെ പടി കയറി. സെറ്റും മുണ്ടോടുത്ത് കയ്യിൽ പാൽ ഗ്ലാസുമായി അവന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളം പെരുമ്പറ കൂട്ടുന്നുണ്ടായിരുന്നു. മുല്ലപ്പൂവിനാൽ അലങ്കരിച്ച കട്ടിൽ അവളിൽ നാണം നിറച്ചു. അവൾ പാൽ ഗ്ലാസ് മേശമേൽ വെച്ചു. അവൾ ജനൽ തുറന്ന ആകാശത്തേക്ക് നോക്കി. മഴയിൽ കുതിർന്നു കിടക്കുന്ന മാവും മാവിലൂടെ പടർന്നു കയറിയ മുല്ലച്ചെടിയും എല്ലാം പൂത്തു നിൽക്കുന്നു. അന്തരീക്ഷം തണുപ്പാൽ പടർന്നു. വാതിൽ സാക്ഷി വെയ്യുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കാശി. ആളവനെ നോക്കി പുഞ്ചിരിച്ചു. ജനൽ കൂടി പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു. അവൻ മേശമേലിരുന്ന പാൽ ഗ്ലാസ് എടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ കുറച്ച് കുടിച്ചു. ബാക്കി ഭാഗം അവൾക്കായി നൽകി. അവൾ കുടിച്ച ഗ്ലാസ് മേശമേൽ വെച്ച് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കാശിയേട്ടാ. എന്താടി? ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി. കാശിയേട്ടാ. എന്നാടി? ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധിപ്പിച്ചു തരുമോ? 10 കുട്ടികളല്ലേ, ആ കാര്യം ഞാൻ ഏറ്റു. അതല്ല. അപ്പൊ വേണ്ടേ? വേണം കാശിയേട്ടാ, പക്ഷെ എനിക്കിപ്പോ ഒരു കഥ പറഞ്ഞു തരുമോ? പിന്നെ ആറ്റുനോറ്റ് കിട്ടിയ ആദ്യ രാത്രി അന്ന് കഥ പറഞ്ഞിരിക്കുമല്ലേ. പ്ലീസ് കാശിയേട്ടാ പ്ലീസ്. ആളവന്റെ നെഞ്ചിൽ കിടന്ന് കൊഞ്ചി. അവനവളെ കൈകൾ കോരിയെടുത്ത് കട്ടിൽ കിടത്തി അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ഒരു ഗ്രാമം, അവിടെ ഒരു കുഞ്ഞു കുടുംബം, ഒരമ്മയും അച്ഛനും മകനും. സന്തോഷം മാത്രം അവർക്ക് ദൈവം നൽകി. ഒരു ദിവസം അച്ഛനെ ദൈവം വിളിച്ചു. അച്ഛൻ അവരോടൊരു വാക്ക് പോലും പറയാതെ പോയി. എല്ലാവരും പറഞ്ഞു ഹൃദയം പൊട്ടിയതാണെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അസുഖമാണത്രേ, ക്യാൻസർ. അവൻ ആ വീടെല്ലാം വിറ്റ് അമ്മയെ ചികിത്സിച്ചു. അമ്മയെ കുറച്ച് നാൾ കൂടി കാണാൻ അവന് കഴിഞ്ഞു. ആ നാടും വീടും വിട്ട് അവൻ മറ്റൊരു നാട്ടിലേക്ക് വന്നു. കൂട് വിട്ട് കൂട് മാറ്റും. എല്ലാവരിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറി. കുറച്ച് നാളുകൾക്ക് ശേഷം അവനിൽ നിന്ന് അവൻ്റെ അമ്മയെയും ദൈവം തട്ടിയെടുത്തു. അമ്മയും പോയന്ന് അവൻ ഈ ലോകത്ത് അനാഥനായി മാറി. നാട്ടുകാരെല്ലാം വന്ന് മൂക്കത്ത് വിരൽ വെച്ച് ആ കുഞ്ഞിൻ്റെ കഷ്ടകാരെന്ന് പറഞ്ഞു. ഇരുട്ടിൽ അവൻ തനിയെ കിടന്നു. ആരും അവനൊരു നേരത്തെ ആഹാരം പോലും നൽകിയില്ല. രാത്രി കരിയിലകൾ അനങ്ങുന്ന ശബ്ദം കേട്ട് പേടിച്ചിട്ട് ആ 15 വയസ്സുകാരന് അനങ്ങാൻ പോലും പറ്റിയില്ല. ആ കാലടികൾ അകന്നുപോയി. അവൻ വിറക്കുന്ന കാലുകളുമായി ഇറയത്തേക്ക് നടന്നു. ഒരു പൊതിച്ചോറ് അവൻ ആർത്തിയോടത് കഴിച്ചു. പിന്നെയുള്ള രാത്രിയിൽ മാത്രം അവൻ വീശപ്പടക്ക ഒരു നേരത്തെ ആഹാരം ലഭിച്ചു വന്നു. ഇരുള് മൂടുമ്പോൾ മാത്രം ആ കാലടികൾ അവൻ കേൾക്കും. ഒരിക്കൽ ഇരുണ്ട വെളിച്ചത്തിൽ അവൻ കണ്ടു ആ സ്ത്രീരൂപം. അവന് ജീവിച്ചു പോരാനുള്ള ആഹാരം നൽകുന്ന ദൈവത്തിനെ. അവനവളെ കൂടുതൽ ഇറുക്കെ പുണർന്നു. ആ ലോകത്ത് അവനവളെ വേണമെന്ന പോലെ അവൻ്റെ കണ്ണുനീർ അവിടെ മാറിടത്ത് നനയിച്ചു. ഒരു നിമിഷം കഴിച്ചിറക്കിയ ആഹാരത്തിനോട് പോലും വെറുപ്പ് തോന്നി. ഒരുപോലെ ആദരവും ബഹുമാനവും. ആരും അന്വേഷിച്ച് വരാനില്ലാത്തവന് ആ നാട്ടിലെ വേശ അന്വേഷിച്ചു വന്നതിലും സംശയവും. ഒരിക്കൽ അവരോട് ചോദിച്ചു. അതിനവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ വേശികൾക്ക് ഈ സമൂഹം അമ്മയാവാൻ അവസരം നൽകിയിട്ടില്ല. ഇനി സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെങ്കിലും ചോരയെ ചുമന്ന ആ കുഞ്ഞ് എന്നറിയപ്പെടുന്ന വേശിയുടെ മക്കളെന്നായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മരിക്കുമ്പോൾ കർമ്മം ചെയ്യാൻ ആരെങ്കിലും വേണമെന്ന്. നിന്നെ ഞാൻ എൻ്റെ മകനെ പോലെ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് എനിക്ക് കഴിയില്ല. ഈ സമൂഹം മാതൃസ്നേഹത്തിന് വിളിക്കുന്ന പേര് കാമെന്നാവും. അവൻ കരഞ്ഞുകൊണ്ട് അവരെ ചുറ്റിപ്പിടിച്ചു. അവരാദ്യമായി മാതൃസ്നേഹം പകുത്തു നൽകി. അവൻ വേണ്ട കാര്യങ്ങളെല്ലാം ഒളിഞ്ഞെന്ന് ചെയ്തു കൊടുത്തു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും നാട്ടുകാർ അവരുടെ ബന്ധത്തിന് മറ്റൊരു പേര് നൽകി. ഒളിഞ്ഞും തെളിഞ്ഞും അവരെ കളിയാക്കാൻ തുടങ്ങി. എപ്പോഴും അവൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ തുടങ്ങി. കള്ളും മടിയും വികാരങ്ങളെ ശമിപ്പിക്കാൻ പെണ്ണും. ആളുടെ നെഞ്ചിലേക്ക് അവൻ കുമ്പസാരം നടത്തി. ആളവൻ്റെ തലമുടികളെ തലോടി ആശ്വസിപ്പിച്ചു. രുദ്രമോളെ, നിന്നോട് ഇതിലെല്ലാം നേരത്തെ പറയാതിരുന്നത് എൻ്റെ സ്വാർത്ഥം തന്നെയാവാം. എപ്പോഴോ നീ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും എടുത്തോ, എന്നെ വെറുത്തോ, പക്ഷേ ഇട്ടിട്ട് പോയേക്കല്ലേ. അവൻ ക്ഷമ ചോദിക്കുന്ന പോലെ അവിടെ കൈകളിൽ പിടിമുറുക്കി. ആളവനെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. കാശിയേട്ടാ, ഇന്നലെ വരെ നടന്നെല്ലാം കാശിയേട്ടൻ കണ്ട സ്വപ്നങ്ങളായിരുന്നു. കണ്ണുകൾ തുറന്നപ്പോൾ അതെല്ലാം മാഞ്ഞുപോയി. ഇനി ഞാൻ കാശിയേട്ടൻ പോകാൻ പറഞ്ഞാലും പോവില്ല. ഒരു ഉളുപ്പില്ലാതെ ഇവിടെ ഉണ്ടാവും. ആളവൻ്റെ ഇടനെഞ്ചിലേക്ക് ചൂണ്ടുവിരൽ കുത്തി. അവൻ അവളുടെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവളുടെ നിറയിൽ ഉമ്മ വെച്ചു. ആൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനിലേക്ക് ചേർന്നു.
കാശിയേട്ടാ, നമ്മുടെ പിള്ളേർക്ക് എന്താ പേരിടുക? ആദ്യം കുട്ടികളുടെ കാര്യം തീരുമാനാക്കും മോളെ, എന്നിട്ട് പോരെ. അവൻ മീശ കടിച്ചു പിടിച്ചു. ആൾ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അവനവളുടെ മുഖം കൈക്കൊമ്പിലെടുത്ത് ഉയർത്തി. നിനക്ക് ഇഷ്ടമുള്ള പേരിട്ടോ? ആൾ തലയാട്ടി. അവന്റെ കവിളിൽ ചുംബിച്ചു. അവൻ കണ്ണുകളടച്ച് സ്വീകരിച്ചു. ആളുടെ ചുണ്ടുകൾ അവന്റെ മുഖത്തൂടെ സ്ഥാനം മാറി ചലിക്കുന്നവൻ അറിഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം ആൾ കട്ടിലേക്ക് മലർന്നു കിടന്നു. അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചു. ആളുടെ മുഖത്തൂടെ ചുണ്ടുകൾ ഓടിച്ചു. ഒടുവിളിണയെ സ്വന്തമാക്കി അത് നുകർന്നെടുത്തു. ശ്വാസം കിട്ടാൻ കൊതിക്കുന്നവൾക്ക് വേണ്ടി തന്റെ ചുണ്ടുകൾ പിൻവലിച്ചു. അവൾ ഏങ്ങിക്കൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. ഇങ്ങനെ പോയാൽ നേരിടണം പോലും ആവില്ല. ആഗ്രഹം 10ഉം 15ഉം. അവനവളെ കളിയാക്കി. അവളവനെ കൂർപ്പിച്ചു നോക്കി. അവനെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൻ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവളെ ഇറുക്കെ പുണർന്നു. അവളും കുലുങ്ങി ചിരിച്ചു. അവനവന്റെ കൈകളെ സ്വതന്ത്രമായി അവളിൽ ചലിപ്പിച്ചു. അവൾ അവന് വിധേയായി കിടന്നു. ആ മുറിയിൽ അവരുടെ നിശ്വാസങ്ങൾ ഉയർന്നു കേട്ടു. മഴയിൽ കുതിർന്നു കിടന്നുകൊണ്ട് മുല്ലവള്ളിയും മാവും പ്രണയിച്ചു. മുല്ലവള്ളികൾ മാവിൽ ചുറ്റിപ്പിണഞ്ഞ് മാവിനെ ചുംബിച്ചു. മാവിൻ കൊമ്പ് മുല്ലവള്ളിയെ തന്നിൽ നിന്ന് അകന്നു പോവാതെ കൂടുതൽ ചേർത്ത് പിടിച്ചു. മുല്ലപ്പൂവിന്റെ ഗന്ധം മാവിൽ പടർന്നു. അവരുടെ പ്രണയത്താൽ മുല്ലപ്പൂക്കൾ ഞെരിഞ്ഞ് താഴേക്ക് പതിച്ചു. ആ പൂക്കൾ അവരുടെ പ്രണയം കാണാൻ കഴിയാതെ മണ്ണിനെ ചുംബിച്ചു. ആ കൊടും തണുപ്പിലും അവരിൽ പ്രണയത്തിന്റെ ചൂട് പകർന്നു, പരസ്പരം പകർന്നു. അവൻ വിയർത്തൊലിച്ച് അവിടെ മാറിലേക്ക് വീണു. അവളവനെ ചേർത്ത് പിടിച്ചു. പ്രണയമാണോ? അറിയില്ല. അവനിലെ ഓരോ വിയർപ്പ് തുള്ളികളോട് പോലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരമാണ്. കഴുത്തിലെ രുദ്രാക്ഷം എന്നിലെ എണ്ണത്തിന്റെ മറക്കാൻ കാരണമാവുന്നു. ഒരു താലിച്ചരടിൽ അവൻ എന്റേതാക്കാൻ കൊതിക്കുന്നു. അവൻ്റേത് മാത്രമാവാൻ കൊതിക്കുന്നു. ആളെ ഒന്നുകൂടി പുതപ്പിച്ചതിന് ശേഷം അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവൻ കുളിച്ച് ഫ്രഷായി. ചായ ഇട്ടുകൊണ്ട് വന്നപ്പോഴേക്കും അവൾ ഉണർന്നിട്ടില്ല. അവനെ എഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ല. അവൻ കട്ടിയിൽ നിന്ന് അവളെ തന്നെ ഉറ്റുനോക്കി. കുഞ്ഞിക്കുട്ടികളുടെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്നവളെ കാണുകെ പ്രണയമല്ല, മറിച്ച് വാത്സല്യം ഉള്ളിൽ നിറഞ്ഞു. അവനവളുടെ നെറ്റിയിലെ കുറുനിരകളെ മാറ്റി നെറുകയിൽ ചുംബിച്ചു. ആൾ ചിണുങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. അവനെ കാണെ ഉള്ളിൽ നാണം വിരിഞ്ഞു. എഴുന്നേൽക്കുന്നില്ലേ? അവനവളുടെ താടിത്തുമ്പ് പിടിച്ച് വലിച്ചു. അവളില്ലാന്ന് തലയനക്കി. അവന്റെ മടിയിലേക്ക് തലവെച്ചു. അവനവളുടെ തലയിൽ തലോടി. അവന്റെ കൈകളെ സ്വന്തമാക്കി ചുംബിച്ചു. നെഞ്ചോരം ചേർത്തു. അവനെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നു. രുദ്രമോളെ, മതി ഉറങ്ങിയത്, എഴുന്നേക്ക്. പ്ലീസ് കാശിയേട്ടാ, കുറച്ചു നേരം നല്ല രസമുണ്ട് ഇങ്ങനെ കിടക്കാൻ. പ്ലീസ് 10 മിനിറ്റ്. അവൻ അവൾക്ക് വേണ്ടി അവിടെ തന്നെ ഇരുന്നു. കാശിയേട്ടാ, എന്നെ കുളിപ്പിക്കുകയോ? എന്തോന്ന്? പ്ലീസ്, എനിക്ക് മടിയാന്നേ, ഒന്ന് കുളിപ്പിക്കുക. ഇല്ലെങ്കിൽ ഞാൻ കുളിക്കില്ല കേട്ടോ. ആൾ പിണങ്ങി തിരിഞ്ഞു കിടന്നു. അവനവളെ പൊക്കിയെടുത്തു. കുളിപ്പിക്കുക കേട്ടോ. അവളെ കുളിപ്പിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരിക്കലും പ്രണയമോ പ്രണയത്താൽ ഉരുത്തിരിഞ്ഞ കാമമോ അല്ലായിരുന്നു. പകരം വാത്സല്യമായിരുന്നു. നെറുകയിൽ വെള്ളം കയറാതെ. കുളി കഴിഞ്ഞ ഉടനെ അവനവളുടെ നെറുകയിൽ ഊതി. അവൾ ചിണുങ്ങിക്കൊണ്ട് അവനിലേക്ക് ചേർന്നു. അവരുടെ പ്രണയം ആ കുഞ്ഞു വീട്ടിൽ നിറഞ്ഞു. രാത്രികളിൽ അവരുടെ നിശ്വാസങ്ങൾ ഉയർന്നു. മുല്ലവള്ളിയും മാവും ചുറ്റിപ്പിണന്ന് പ്രണയിച്ചുകൊണ്ടിരുന്നു. ഋതുക്കൾ അവരുടെ പ്രണയത്തിന് മാറ്റി നൽകി. അവനവളുടെ സാരിയുടെ വിടവിലൂടെ നഗ്നമായ വയറിലൂടെ കൈകൾ ഓടിച്ചു. അവൾക്ക് ഹൃദയതാളം ഏറി. ഹൃദയം ഒരു നിമിഷം നിൽക്കുമെന്ന് തോന്നി. അവന്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ മുത്തം ചാർത്തി. അവൻ കൈകൾ അവളിൽ മുറുക്കി. അവൾക്ക് ഇന്നുവരെ ഇല്ലാത്ത പോലെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. കാശിയേട്ടാ, വേണ്ട. ആദ്യമായി അവൾ അവനെ എതിർത്തു. എന്താണ് പറ്റിയേ? മുഖാകെ. അറിയില്ല കാശിയേട്ടാ. കാശിയേട്ട അടുത്ത് വരുമ്പോൾ ഹൃദയം വല്ലാണ്ട് മിടിക്കുക. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. വേണ്ട കാശിയേട്ട, എന്നോട് പറ്റുന്നില്ല. അവൻ അവളിൽ നിന്ന് അകന്നു മാറി. അവൾ ശ്വാസം ആഞ്ഞു വിട്ടു. അവളുടെ ഹൃദയമിടിപ്പ് പഴയതുപോലെയായി. അവനവളുടെ മാറ്റങ്ങളെ കണ്ണാടിയിലൂടെ നോക്കി. ദിവസങ്ങൾ പോകെ അവളിലെ മാറ്റങ്ങൾ അവൻ അംഗീകരിച്ചുകൊണ്ടിരുന്നു. ആൾക്കവനെ മാറ്റാനും കഴിയുന്നില്ല. പക്ഷേ അവൻ അടുത്തു വരുമ്പോൾ മരിച്ചു പോകുന്ന പോലെ അവൻ അവളിൽ നിന്ന് അകന്നു. ഒരു വീട്ടിൽ തന്നെ 2 മുറികളിലേക്ക് അവർ മാറ്റപ്പെട്ടു. അത്താഴം കഴിച്ചിട്ട് അവന്റെ മുറിയിലേക്ക് പോയവനെ കാണെ ഉള്ളം നീറി. പക്ഷേ ഒരുപോലെ പുഞ്ചിരിയും ചെഞ്ചുണ്ടിൽ വിരിഞ്ഞു. ആൾ അവന്റെ മുറിയിലേക്ക് നടന്നു. അവൻ ഷർട്ടൂരി തിരിഞ്ഞപ്പോൾ കട്ടിലിൽ ചാരി അവൾ ഇരിക്കുന്നുണ്ട്. കാശിയേട്ടാ. ദിവസങ്ങൾക്ക് ശേഷമുള്ള അവളുടെ പ്രണയാതുരമായ ശബ്ദം അവൻ അവളിലേക്ക് അടുത്തു. പിന്നീട് എന്തോ ഓർത്ത പോലെ നിന്നു. അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു. അവന് നെഞ്ചിലേക്ക് തലയായിച്ചു. അവന് ഇറുക്കെ പുണർന്നു. അവനും അവളെയും. ഞാൻ കാശിയേട്ടനെ അകറ്റില്ലെങ്കിൽ അതിന് ഞാൻ മാത്രമല്ല, കാശിയേട്ടന് ഉത്തരവാദിയാ. അവൾ നാളത്താൽ തലകുനിച്ചു. അവൻ മനസ്സിലാവാതെ അവളെ നോക്കി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കാശിയേട്ടന് അരികെ വരുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാണ്ട് മിടിക്കുന്നുണ്ടെന്ന്? പക്ഷെ ആ ഹൃദയം ഇരിക്കുന്ന ഇവിടെയല്ല. അവൾ അവൻ്റെ കൈകൾ അവളുടെ നെഞ്ചോരം ചേർത്തു. അവൻ അവളെ നോക്കി. അവൾ അവൻ്റെ കൈകൾ അവളുടെ വയലിൽ വെച്ചു. ദാ ഇവിടെന്നാ ചെക്കനെ കുശിമാണെന്ന് തോന്നുന്നു, അച്ഛനമ്മയും പ്രണയിക്കുന്ന വേണ്ടിയിട്ട്. അവൾ നാണത്തോടെ പറഞ്ഞു. അവൻ വിശ്വാസം വരാതെ അവളോട് സത്യമാണോ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. അവൾ അതേന്ന് നിറഞ്ഞ കണ്ണുകളാലെ പറഞ്ഞു. അവൻ അവളെ പുണർന്നു. ഇറുക്കെ
അവൾ അവനെയും. അവൻ മുട്ടൂത്തിയിരുന്നു. അവളുടെ വയറിൽ നിന്ന് സാരി തലപ്പ് മാറ്റി പൊക്കിൾ ചുഴിൽ ചുണ്ടുകൾ ചേർത്തു. അവന്റെ കണ്ണുനീരും അവളുടെ അണിവരയിൽ സ്ഥാനം പിടിച്ചു. ശാന്തമയും ചെറിയമ്മയും അവൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവളെ താഴ്ത്തും തറയിലും വെക്കാതെ പരിചരിക്കുകയാണ്. അവൾ രണ്ടമ്മമാരുടെ സ്നേഹം ആവോളം സ്വീകരിക്കുന്നു. അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങി നൽകി. ആഴ്ചകൾക്കൊപ്പം അവളുടെ വയറും വീർത്തു വന്നു. മോളെ, നാളെയല്ലേ ടെസ്റ്റ്? എന്താ പറ്റി? വേദനയുണ്ടോ? ആ, കാല് വേദനിക്കുന്ന കാശിയേട്ടാ. അവനവളുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവളുടെ നീരുവച്ച കാലുകൾ തിരുമ്മി. കുറവുണ്ടോടാ? ആ, ഇപ്പൊ കുറവുണ്ട് കാശിയേട്ടാ, മതി. അവനവളുടെ അടുത്തേക്ക് വന്ന് അവൾ നെഞ്ചോരം ചേർത്തു വയറിൽ കൈകൾ ഓടിച്ചു. കാശിയേട്ടാ, എനിക്ക് തോന്നുന്നു. എന്ത്? ഒന്നല്ല രണ്ടാണെന്ന്. എന്ത്? ഒന്നല്ല രണ്ടാണെന്ന്. രണ്ടോ? നീ പറയുന്നേ? അല്ല, 6 മാസത്തിൽ ആരെങ്കിലും വയറ് ഇത്രയും വീർക്കോ? ചിലപ്പോൾ 2 കുട്ടികളായാലോ? ആളവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. അവൻ അവളെയും അവളുടെ വീർത്തുന്തിയ വയറിലേക്ക് നോക്കി. നാളെ സ്കാൻ ചെയ്യുമ്പോൾ അറിയാലോ. 1 ആയാലും 3 ആയാലും നമ്മുടേതല്ലടി. അവനവിടെ മൂക്കിൽ മൂക്കിട്ട് ഉരസി. അവൾ കുലുങ്ങി ചിരിച്ച് അവനിലേക്ക് ചേർന്നു. അവൻ അവളെയും ചേർത്ത് മയക്കത്തിലേക്ക് വഴുതി. കാശി സർ, നിങ്ങളുടെ ഡൗട്ട് കറക്റ്റാണ്, ഒരു കുട്ടിയല്ല. ഡോക്ടർക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാശിയിലും രുദ്രയിലും സന്തോഷം അലതല്ലി. അവർ ഡോക്ടറുടെ വാക്കുകൾക്കായി കാതോർത്തു. 1 പകരം 5 ഒരു നിമിഷം അവൻ ഞെട്ടിയെങ്കിലും പിന്നെ അവിടെ ചുണ്ടിൽ നാണത്താൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അത്യധികം പ്രണയത്തോടെ അവളുടെ കൈവിരലുകളിൽ കൈകോർത്തു. അവളെ ലേബർ റൂമിലേക്ക് അയറ്റുമ്പോഴും അവന്റെ ഹൃദയം തുറങ്ങുന്ന വേദനയായിരുന്നു. പ്രാണം പോകുന്ന വേദനയിലും അവൾ അവന് നേരെ പുഞ്ചിരി നൽകി. കണ്ണുകൾ ചിമ്മി കാണിച്ചു. വെള്ളത്തുണിയിൽ മാലാ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവന് നൽകി. അവൻ സ്നേഹത്തോടെ അവരുടെ നെറുകയിൽ ചുംബിച്ചു. തളർന്നുറങ്ങുന്നവരുടെ നെറുകയിൽ അരുമയായി ചുംബിച്ചു. അവൾ കണ്ണുകൾ തുറന്നു. വേദനിച്ചോടാ? ഒട്ടും വേദനിച്ചില്ലല്ലോ. അവൾ കണ്ണുകൾ അടച്ച് കാണിച്ചു. അവൻ പ്രണയത്തോടെ അവളുടെ ചുണ്ടിൽ ചുണ്ടുകൾ ചേർത്തു. 10 മാസങ്ങൾക്ക് ശേഷം അവൾ കട്ടിലിരുന്ന് അവനെ നോക്കി. കുഞ്ഞിനെ പുറത്തട്ടി ഉറക്കിയാണ്. ഇടയ്ക്ക് ചുണ്ടുകളിൽ മൂളിപ്പാട്ട് വിരിയും. കുഞ്ഞുറങ്ങിയപ്പോൾ അവൻ കുഞ്ഞിനെ കട്ടിൽ കിടത്തി. നിവർന്ന് അവന്റെ പുറകിലൂടെ അവൾ കെട്ടിപ്പിടിച്ചു. നഗ്നമായ പുറത്ത് ചുംബിച്ചു. അവൻ തിരിഞ്ഞിന്ന് അവളുടെ നെറുകയിൽ ചുണ്ടിയേർത്തു. കാശിയേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ നെറ്റി? എൻ്റെയും നിന്നെയും പൊക്ക വെച്ച് എനിക്ക് ഉമ്മോക്കാൻ പറ്റിയ സ്ഥലം നിന്റെ നെറ്റിയേ ഉള്ളൂ. കിടക്കുകയാണെങ്കിൽ അയ്യടാ. അവനോട് ഇടുപ്പിൽ കൈ ചേർത്ത് അനിലേക്ക് അടുപ്പിച്ചു. കാശിയേട്ടാ. അവനവളുടെ കഴുത്തിലേക്ക് മോൻ ചേർത്തു. അവൾ പുളഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. ബാക്കിയപ്പോഴോ? ബാക്കിയോ? അവനവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി. അവൾ കണ്ണുകൾ കൊണ്ട് കട്ടിലേക്ക് ചൂണ്ടി. അവൻ കട്ടിലേക്ക് നോക്കി. നിരന്നിടക്കുന്ന 5 കുഞ്ഞുങ്ങൾ. വേദ, വിദ്യ, വ്യാസ്, വേദ്, വിദ്യുത്. അവൻ പോലും അറിയാതെ അവളുടെ മേൽ നിന്ന് കൈവിട്ടു. നീ വന്നേ, മോളതോ അവിടെ, ഞാൻ ദാ ഇവിടെ. അങ്ങനെ കിടന്നാ മതി. അവൻ കട്ടിലിന്റെ 2 അറ്റവും ചൂണ്ടിക്കാണിച്ചു. അവൾ മുഖം കൂർപ്പിച്ചു. ഈ കിടക്കുന്ന 5 ഉറക്കി മോളെയും സ്നേഹിച്ച് കഴിയുമ്പോഴേ നേരം വിളിക്കും. എനിക്കിപ്പോൾ സ്റ്റേഷനിൽ പോയി ഉറക്കുന്നുങ്ങനെ പണി. അതുകൊണ്ട് മോള് പോയി കിടന്നേ. അവൻ അവളെ ഓടിച്ചു. അവൾ മുഖം വെട്ടി തിരിച്ച് കോക്രി കാട്ടി. അവൻ അവളുടെ പുറകിലൂടെ ചെന്ന് പിടിച്ച് അവനിലേക്ക് ചേർത്തു. എന്റെ പെണ്ണെ പിണങ്ങാതെ ഭാഗ്യ തരാടി. ഇപ്പൊ ആ കിടക്കുന്നവരും നടന്നു തുടങ്ങിക്കോട്ടെ, എന്നിട്ട് പോരെ. അവൾ അർത്ഥസമ്മതത്തോടെ തലയാട്ടി. അവനവളെ താടി ഉയർത്തി. പിണക്കാണ്? അവളല്ലെന്ന് തലയാനിക്ക്. അവനവളെ കോരിയെടുത്ത് കട്ടിൽ കിടത്തി. അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്തു. കവിളിൽ ഒടുവിൽ ചുണ്ടുകൾ ആവേശത്തോടെ സ്വന്തമാക്കി നുണഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവൻ അവളിൽ നടന്നു മാറി. കുഞ്ഞുമേത് കരഞ്ഞു തറക്കിയാണ്. അവൾ ചിരിക്കടിച്ചു പിടിച്ചു. അവൻ കുഞ്ഞിനെടുത്ത് തോളത്തിട്ട് ഉറക്കി കിടത്തിയപ്പോഴേക്കും അടുത്ത ആള്. അങ്ങനെ എല്ലാവരും ഒന്ന് ഉറങ്ങിത്തെളിഞ്ഞു. അവനവരെ തോൾ കിടത്തി ഉറക്കി പുതപ്പിച്ചു. സമയം 2 മണി. അവനവളെ നോക്കി. കട്ടിലിൽ ചാരിന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. അവനവളെ കിടത്താൻ നോക്കിയപ്പോഴേക്കും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ചിരിച്ചു. കാശിയേട്ടാ, ഉറങ്ങിക്കോ. ദേ പെണ്ണ്, ഇലയിട്ടിട്ട് ബിരിയാണില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ. അവൾ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവൻ അവളിലേക്കുള്ള വരവേൽപ്പായിരുന്നു. അവരുടെ ശ്വാസനിശ്വാസങ്ങൾ ഒന്നായി മാറി. അവൻ കിതച്ചുകൊണ്ട് പ്രണയത്തോടെ അവളിലേക്ക് പടർന്നു കയറി. ഒടുവിൽ തളർന്ന് അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളവനെ ചേർത്ത് പിടിച്ചു. തന്റെ ഇടതുവശം കിടക്കുന്ന അവന്റെ തുടിപ്പുകളെ നോക്കി അവളുടെ കണ്ണുകൾ തിളങ്ങി. പ്രണയത്തോടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മുല്ലവള്ളിയും മാവും പരസ്പരം പ്രണയിച്ചുകൊണ്ടേയിരുന്നു. മുല്ലവള്ളി മാവിന്റെ കൊമ്പുകളിലേക്ക് പടർന്ന് കയറിക്കൊണ്ടേയിരുന്നു. ദൈവം അവർക്കായി 5 കുഞ്ഞു നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കുന്ന തിരക്കിലും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.